കരിയൊത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ ചാത്തണുത്ത അമ്മ ചന്തത്തിൻ ചേലിനാലേ
ധ്രുവയുടെ പാട്ട് കേട്ട് ഞങ്ങൾ എല്ലാരും ആടുമായിരുന്നു ഇരുന്ന്. പാർവതിയെ കണ്ട കള്ളു ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന വികാരമായിരുന്നു. ആ അതെല്ലാരും ഡാൻസേഴ്സും ഒക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു വൈബായിരുന്നു ആ ഒരു സോങ്. പുള്ളിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ടാ. ഇറ്റ്സ് ഓക്കേടാ, എനിക്ക് കള്ളടിച്ച് ശീലല്ല. പാറു അല്ലല്ലോ ഞാൻ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഓക്കെ എന്നാ ചോദിക്കാം. ഷനിക്ക. ഓ എന്റെ ധ്രുവ, ഭയങ്കര വൈബായിരുന്നു മോളെ. അതെ, താങ്ക് യു. ഇത് ആക്ച്വലി പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പാട്ട്. നമ്മൾ ഈ ഒരു ഓളത്തില് അങ്ങനെ പോവുമെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഈ പാട്ട് പാടാൻ. മോള് ഈ ആടമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വിബ്രാട്ടോ വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര കൺട്രോൾഡ് ആയിരുന്നു. താങ്ക് യു സർ. ആ വിബ്രാട്ടോ എവിടെയും കൈവിട്ട് പോയിട്ടില്ല. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ then നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഭയങ്കര മാജിക് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഒരു ഭയങ്കര ട്രാൻസ് മൂഡായിരുന്നു. അപ്പം മോൾ എങ്ങനെയാണ് മോളെ ഈ കണ്ണട ഇല്ലാതെ അവിടെ നിന്ന് പാടിയത്? ആക്ച്വലി എനിക്ക് പവർ ഉണ്ട്, പക്ഷെ ഈ പാട്ടിന് വേണ്ടി ഞാൻ ഊരിയതാ, ആ ഒരു ലുക്ക് കിട്ടാനായിട്ട്. അപ്പൊ മോള് നമ്മള് നോക്കുമ്പോ എന്താ കാണുന്നത്? കുറെ രൂപങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ്. ഇല്ല, എനിക്ക് നിങ്ങളുടെ മുഖം ഒന്നും കാണില്ല, ഫേസ് ഒന്നും കാണില്ല. എന്താ കൈയൊക്കെ കാണാൻ പറ്റുമോ മോളെ? ഇല്ല, ഇല്ല. ഓക്കെ, ഒക്കെ ബ്ലറായിരുന്നു കാണുമ്പോ. അപ്പൊ നീ എങ്ങനെ റിസ്ക് എടുത്തിട്ട് നിനക്ക് അതെ അതെ. അവള് നടന്ന് വന്നത് അവിടെ വരെ എത്തിയപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ മോളെ നിക്ക്. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല അത്രേ ഉള്ളു മോളെ, അടിപൊളിയായിട്ട് പാടി. ആ എനർജി, ആ ഒരു വൈബ്, അത് തുടക്കം തൊട്ട് അവസാനം വരെ മോള് കീപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അവസാനം ആ ടെമ്പോ കൂടിയപ്പോഴൊക്കെ ആ ഒരു ഭയങ്കര സംഭവമായിരുന്നു. എല്ലാരും കൂടിയിട്ട് ഒരു ഭയങ്കര ഒരു ട്രാൻസി സിറ്റുവേഷനിലേക്കാണ് എത്തിച്ചത്. അത് എല്ലാം അടിപൊളിയായി, എല്ലാം വർക്കായി കേട്ടോ. നന്നായിട്ട് പാടുകയും ചെയ്തു. നല്ല ടോൺ, വേറെ തന്നെ ഒരു ടോൺ ഈ ഒരു പാട്ട് പാടിയപ്പോൾ. അത് അങ്ങനൊക്കെ അതൊക്കെ ചെയ്യാം കേട്ടോ. ഈ ടോൺ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുക, ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മകളെ എന്തോ ബ്യൂട്ടിഫുൾ, താങ്ക് യു. സൂപ്പറായിട്ട് പാടിക്കുന്നു. താങ്ക് യു സർ. എനിക്കും ആ ആടമ്മ എന്നുള്ള സ്ഥലത്ത് ആ കറക്റ്റായിട്ടൊന്ന് ആടിയിട്ടുണ്ട് കേട്ടോ. ആ വിബ്രാട്ടോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്നുകൂടെ കേക്കാം മക്കളെ. ഇപ്പൊ നന്നായിട്ട് പാടണം കേട്ടോ. ഷിനു. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ബ്യൂട്ടിഫുൾ. ഇതിനേക്കാളും മോള് ടേക്കില് ബ്യൂട്ടിഫുൾ അടിപൊളിയായിരുന്നു. കേട്ട് നോക്കിയായിട്ട് പാടി. ആ കാവിലെന്നൊക്കെ പാടുമ്പോൾ അതിന് കൊടുക്കുന്ന ഡൈനാമിക്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പ്രൊണൗൺസ് ചെയ്യുന്ന രീതി വരെ നല്ല രസമുണ്ടായിരുന്നു. അത് സാധാരണ ഉള്ള പോലല്ല. മോക്ക് ഇതിനു വേണ്ടിയുള്ള ഒരു അവൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. സത്യം, വണ്ടർഫുൾ മകൾ, പണിയെടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എന്താണ് കുഞ്ഞിന് ഏതോ ആ ചേച്ചിയുടെ അടുത്ത് പറയണമെന്ന് തോന്നുന്നു. ആക്ച്വലി അത് വെറുതെ ഇങ്ങനെ കാവിലെ നല്ല അങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്കത് അച്ഛനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പാടാനായിട്ട്. കാവിലെ നല്ലമ്മേ അങ്ങനെ പാടാനായിട്ട്. സൂപ്പർ. മകളെ നന്നായിരുന്നു. അപ്പൊ അത് കോറസിന്റെ കൂടെ വന്നപ്പോഴാണ് ഇടയ്ക്കൊക്കെ രണ്ട് എനിക്ക് അത്രയ്ക്ക് ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ തോന്നിയത്. അത് കുഴപ്പമില്ല, പെണ്ണുങ്ങളല്ലേ നിങ്ങൾ, പരസ്പരം കുശുമ്പായിട്ട് ഞാനതങ്ങ് എടുത്തോളാം, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മോളെ ഇത് ആരാണ് പാടിയത്, ആരാണ് എഴുതിയത്, ആരാണ് മ്യൂസിക് പാടിയതും മ്യൂസിക് ചെയ്തത് ഒരേ ആളാണ്. ആരാണത്? അപ്പൂസ് ചൈത്ര. ഇത് എഴുതിയത് വൈശാഖ് ആൻഡ് സന്ദീപ് എഴുതിയത്. ബ്യൂട്ടിഫുൾ. അത് നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു കൊഴുപ്പുണ്ട് അതിന്റെ ആ ഒരു ചിങ്കട്ട നമുക്കൊക്കെ ആ ഒരു വൈബ് കിട്ടി മോളെ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കുഞ്ഞു കേട്ടോ. താങ്ക് യു സർ. ലവ് യു മുത്തേ. ലവ് യു ടു സർ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ. ധ്രുവ. ധ്രുവ, I loved your performance. താങ്ക് യു സർ. എന്തൊരു കോൺഫിഡൻസ് ആണ്. എങ്ങനെ
സിംഗിങ് ആണ്. സിംഗിങ് ഇസ് എക്സ്ട്രോണറി. അണ്ണ കോൺഫിഡൻസ് എന്താണെന്നറിയാമോ? കണ്ണാടി ഇട്ടില്ല, നമ്മളെ ആരെയും കണ്ടില്ല. ഏതൊരു 3 ലൈറ്റ് ഇരിക്കുന്നു. കണ്ണട വെച്ചാലും ഞങ്ങക്ക് കോൺഫിഡൻസ് ആണല്ലേ. കണ്ണട വെച്ചാലും നമുക്ക് കാണില്ലെന്നാണ്. അവള് കൂടാണെണ്ണ എപ്പോഴും. അമ്മാവൻ കിണറ്റി വീണു എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ചിരിച്ചോണ്ടൊന്ന് പാടും അല്ലേ മക്കളെ? ഒരു പ്രശ്നമല്ല അവക്ക്. ആൻഡ് എന്തൊരു സിംഗിങ് ആണ് ആ ചെയ്തത്. ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പർ. ആ പാട്ട് അതിന്റെ ടേക്ക് ഓഫ്, അവരുടെ റിതമിന്റെ ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു. അയ്യോ, ആദ്യത്തെ സാധനം. ആദ്യം നിങ്ങൾ വായിച്ച ഒരു സാധനം അങ്ങ് എടുത്ത് കൊടുക്കൂല്ലേ, അതെന്താണത്? ശരി, അത് ആദ്യത്തെ ആ ഒരു സാധനമാണ് അണ്ണാച്ചി. അതന്നെ സൂപ്പർ. അത് ഈ പാട്ട് ഇതൊരു ഭയങ്കര സാധനമാണ് അല്ല. മറ്റേ ഈ റിതം എന്ന് പറയുന്ന സാധനം എക്സാക്റ്റ് ഒരു ഈ മെട്രോണോമൽ അല്ല ആക്ച്വലി. പാടുന്നതും എല്ലാം ഇറ്റ് ഈസ് ലൈക്ക് അതിന് ഒരു കൂടുതൽ ഒരു ഹ്യൂമൻ എലിമെന്റ് ഉണ്ട്. പക്ക കോണ്ടേജ് നല്ലത്. അതിനകത്തൊരു ഒരു ഇഴച്ചിൽ അതിന്റെ ഇടയിലുണ്ട്. അതാണ് നല്ലത്. ധ്രുവ യു ആക്ച്വലി അതിന്റെ സ്വിങ്ങിലാണ് പാടിയത്. നാച്ചുറൽ ആണ് ഇയാള്. ആക്ച്വലി ഐ ഗിവ് യു എ സ്റ്റാൻഡിംഗ് ഓവേഷൻ. പാറു കൊറേ നേരം കൊണ്ട് പറഞ്ഞേ അണ്ണാച്ചി ഇരുന്നിരുന്ന് എനിക്ക് നടു ഭയങ്കര വേദന. ആരും ഒന്ന് വാലിയാലും അങ്ങനെ ഒരു എക്സസൈസ് അല്ലേ പാട്ടായിട്ട്. ഹാപ്പി അല്ലേ നീ? സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു ശ്രീനി സർ. ഓക്കെ, ചോദിക്കാം മാർക്ക്. ശരത് സർ റെഡി ആയിരിക്കാം അല്ലേ? ഐ ആം റെഡി. ഓക്കെ then 9 marks. Thank you sir. ഷാനിക 9. Thank you sir. So total 18 marks. അടിപൊളി കൂട്ടാ. ഇനി നമുക്ക് 2 റൗണ്ട്സ് ഉണ്ട്, അതും അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Bye.